ഇപ്പൊ വരും രാജ്യദ്രോഹി, ഇപ്പൊ വരും വിദേശ ഫണ്ടിങ് എന്ന് പറഞ്ഞ പോലെ അവര് നേരെ ഫോൺ എടുത്തു, ഹലോ ചീം നമുക്ക് ഫണ്ട് ഇവിടെ. നമ്മൾ സാധാരണഗതിയുള്ള ഇവിടുത്തെ ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളാണ് എന്താ ചെയ്യാ, ഇതിനെല്ലാം ഇരുന്ന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. ഇവര് കമാന്നൊരക്ഷരം ഇതിന് മറുപടിയിട്ട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു. ഈ തന്ത്രങ്ങളെല്ലാം ഇവര് നേരത്തെ കണ്ടു. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് നേരെ വരാൻ പോകുന്ന ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്. ശബലി, നമ്മൾ ഓപ്പൺ മൈൻഡിൽ സംസാരിക്കുന്നത് ഡൽഹിയിലെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരത്തിന്റെ വിജയം, അതേ തുടർന്ന് BJP IT സെല്ലിനുണ്ടായ ഒരു പതനം, അങ്ങനെയൊക്കെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണല്ലോ സംസാരിക്കുന്നത്. അത് നമുക്ക് BJP IT സെല്ലിന്റെ ഒരു പതനത്തെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് അപ്പോൾ എൻ്റെ ആണെങ്കിലും ഷാമിലിയുടെ ആണെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ, ന്യൂസ് ഫീഡുകളിൽ ധാരാളം കോക്രോച്ച് ജനതാ പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ, റീലുകളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. അക്കൂട്ടത്തിൽ തന്നെ ഇവർക്ക് എതിരായിട്ടുള്ള, കോക്രോച്ച് ജനതാ പാർട്ടിക്ക് എതിരായിട്ടുള്ള വിദ്വേഷം നിറഞ്ഞ വലിയ തരത്തിലുള്ള പോസ്റ്റുകൾ, റീലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ആരാണ്? BJP IT സെല്ലാണ്, അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഇവർ ആ നീക്കം നടത്തി. അത് അവരുടെ ഒരു ഓവർ ടൈം പണിയെടുത്തുകൊണ്ട് നമ്മുടെ ഫീഡുകളിലടക്കം, നമ്മളിപ്പോൾ BJPയുടെ ഇത്തരം പേജുകളൊന്നും ഫോളോ ചെയ്യോ, ലൈക്ക് ചെയ്യോ, കമന്റ് ചെയ്യോ ഒന്നും ചെയ്യുന്ന ആളുകളല്ലേ. ഞാനും അങ്ങനെയാണ്, ഷാമിലി അങ്ങനെ തന്നെയാണല്ലോ. എന്നിട്ട് പോലും നമ്മുടെ ഇൻസ്റ്റയിലടക്കം ഇങ്ങനത്തെ പോസ്റ്റുകൾ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ അത്രയും ഓവർ ടൈം പണിയെടുത്തു എന്നാണ് കാണിക്കുന്നത്. അപ്പം കേന്ദ്രമന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആ ഒരു വലിയ പതനത്തോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒന്നാണ് BJP IT സെല്ലിന്റെ പതനവും. അവരുടെ ഈ സമര വിജയത്തിന്റെ അതിന് ഒരു പൊൻതൂവലേകുന്നതല്ലേ ഈ BJP IT സെല്ലിന്റെ ഒരു പരാജയം, പതനം? തീർച്ചയായും ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെല്ലാം സത്യത്തിൽ നല്ല ദീർഘവീക്ഷണമുള്ള ആളുകളാണ്. അതായത് ഇപ്പൊ ജെൻസികളാണല്ലോ ഈ സമരത്തിൽ കൂടുതലും ഭാഗമായിട്ടുള്ളത്. ഇവരുടെ ഒരു ചെറിയ പ്രായത്തിൽ, അതായത് 8 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ഈ കാലത്ത്, 25 വയസ്സ് വരെയുള്ളത്, ഇവർക്ക് ഈ അറിവ് വെച്ച കാലം മുതൽ ഭരിക്കുന്നത് ആരാ? ഇവിടുത്തെ മോദി സർക്കാർ. ഇവര് കാണുന്നത് പ്രധാനമന്ത്രി ആരാ? ഇവരെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, ഇതിനു മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു? കർഷക സമരം വന്നു, പൗരത്വ സമരം വന്നു അല്ലേ? ഇവിടെയൊക്കെ വലിയ വലിയ സമരങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഇവിടെ വന്നപ്പം ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ഈ IT സെല്ലുകളൊക്കെ എങ്ങനെയാ പ്രവർത്തിച്ചിരുന്നതെന്ന് ഇതേപോലെ തന്നെ ആ സമയത്ത് ഇതേപോലെ തന്നെ ഫീഡുകളിലൊക്കെ ഇങ്ങനെയാണല്ലോ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്, കുറെ വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്, സ്ക്രീൻഷോട്ടുകൾ പ്രത്യക്ഷപ്പെടുന്നു, കുറെ ക്യാപ്സ്യൂളുകൾ വരുന്നു. ഇതിനെയൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കുക? അതായത് ന്യായമായ സമരമാണെങ്കിൽ പോലും അതിന് ബദലായിട്ട് BJPക്ക് എല്ലാ കാലത്തും ഒരു ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു അതിനെതിരെ, ഇതിനെ വെക്കാൻ വേണ്ടി. അപ്പൊ ഇതല്ലേ ഈ കുട്ടികൾ കാണുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ, സത്യത്തിൽ ഇവര് ഇതിനെ അങ്ങ് മുൻകൂട്ടി കാണുകയാണ് ചെയ്യുന്നത്. ഈ പിന്നെ അതിന് വലിയ ഇന്ദ്രിയങ്ങളൊന്നും വേണ്ടാന്നാണ്. കാരണം നമുക്ക് മുന്നിലുള്ള ഉദാഹരണങ്ങൾ അങ്ങനെ തന്നെയല്ലേ. അതുകൊണ്ട് ഈ തന്ത്രങ്ങളെല്ലാം ഇവര് നേരത്തെ കണ്ടു. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് നേരെ വരാൻ പോകുന്ന ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് ഈ കുട്ടികൾക്കൊക്കെ നേരത്തെ അറിയാതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഇപ്പൊ വരും രാജ്യദ്രോഹി, ഇപ്പൊ വരും വിദേശ ഫണ്ടിങ് എന്ന് പറഞ്ഞ പോലെ അവര് നേരെ ഫോൺ എടുത്തു, ഹലോ ചീം നമുക്ക് ഫണ്ട് ഇവിടെ, ഫണ്ട് വന്നില്ലല്ലോ, ഇവിടെ ഭക്ഷണവും ഇല്ല ഇവിടുന്ന്. അമേരിക്കയിൽ ട്രംപിനെ വിളിച്ചിട്ട് ഫുഡ് കുറച്ചൊരു കുറവുണ്ട്, ഒന്ന് സ്വിഗ്ഗി ചെയ്യോ, നിങ്ങളുടെ ഫണ്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്നൊക്കെയാണ് ഈ കുട്ടികൾ പറയുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ IT സെല്ലുകൾ, ഇപ്പൊ സുബീം പറഞ്ഞ പോലെ IT സെല്ലുകൾ പ്രവർത്തിക്കുന്നത് ഭയങ്കര ഹാർഡ് വർക്കാണ്. അത് ഭയങ്കര, അതായത് ഒരു ഭരണ സംവിധാനത്തെ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം അവർക്കൊരു പ്രതിച്ഛായ നിർമ്മിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അവരുടെ IT വിങ് എന്നുള്ളത്. പക്ഷെ ഇവർ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികൾ സ്മാർട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഇനി നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഇപ്പോൾ സമരം കഴിഞ്ഞിട്ട് ഇപ്പോൾ CJPയുടെ വക്താക്കള് വാർത്താ സമ്മേളനം നടത്തി. അതായത് ചർച്ച, ഓക്കെ, ഞങ്ങൾ സമരം പിൻവലിക്കുകയാണ്, പക്ഷെ ഇന്ന കണ്ടീഷനുകളുണ്ട്, ഇതൊക്കെ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കേസുകളുടെ കാര്യത്തിലെ കേസുകൾ പിൻവലിക്കുന്നതിലും അതായത് പുതിയ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുന്നതിലും ഒക്കെ ഒരു ഉറപ്പ് ലംഘനം ഉണ്ടായിട്ടുണ്ടെന്ന് കാട്ടി വീണ്ടും വാർത്താ സമ്മേളനം നടത്തി. ഈ ഘട്ടത്തിൽ അവര് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയില്ല, വീണ്ടും ഈ തന്ത്രങ്ങൾ, ഇനി വരാൻ പോകുന്ന ഈ സാധനങ്ങൾ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് അവർ ചെയ്തത്
സാക്ഷി എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് അവർ പുതുതായി ലോഞ്ച് ചെയ്തിരിക്കും. അത് പോലീസ് ക്രൂരതയുടെ നേർസാക്ഷ്യം നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. സാധാരണ വെറുതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രചരിക്കുന്ന ഏതെങ്കിലും വീഡിയോകൾ അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ അതിലേതെങ്കിലും മാനിപ്പുലേഷൻ വരുത്തിയേക്കാം എന്നതുപോലും അല്ല. അവരതില് അതിന്റെ ഒരു വേർഡ് ഉണ്ടല്ലോ, ക്രിപ്റ്റോഗ്രാഫിക് ഫിംഗർ പ്രിന്റിങ്, അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മാനിപ്പുലേഷൻ നടത്താൻ പറ്റില്ല. ഈ സാക്ഷി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ മറ്റു മാനിപ്പുലേഷനുകളില്ല. അതൊരു തെളിവായി അവിടെ അവശേഷിക്കുന്നുള്ളത്. അപ്പോൾ അവരെത്ര സ്മാർട്ടാണെന്ന് നോക്കൂ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഡെവലപ്പേഴ്സ് മാത്രം കൈകാര്യം ചെയ്യുന്ന തരത്തിലല്ല. അതെ അതെ, അതിന്റെ ഡെവലപ്പേഴ്സ് മാത്രം കൈകാര്യം ചെയ്യുന്ന തരത്തിൽ ഇത്. പക്ഷെ അത് അതായത് ഇവിടെ വലിയ ടെക്സ്റ്റുകൾ പോകുന്നു, ഈ പറയുന്നത് പോലെ രാജ്യദ്രോഹി, വിദേശ ഫണ്ടിങ്, ടെററിസ്റ്റ്, അർബൻ നക്സൽ എന്നൊക്കെ പറഞ്ഞ് കുറെ ടെക്സ്റ്റുകൾ, സ്ഥിരം സാധനങ്ങൾ. ഞാൻ നേരത്തെ പറയുന്ന പോലെ ബോംബുകൾ ഇങ്ങനെ പോകുമ്പോൾ കുട്ടികൾ ഇതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി അതിനെയും കൂടെ കവച്ചു വെക്കുന്ന, അതിനെ അതിജയിക്കുന്ന തരത്തിലുള്ള വലിയ വലിയ ഐഡിയകളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതാണ് അവരുടെ തന്നെ പ്ലക്കാർഡിലുള്ള ഒരു വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ യു ഫക്ക് വിത്ത് ദ റോങ് ജനറേഷൻ എന്നല്ലേ പറയുന്നത്. അങ്ങനെയല്ലേ തോന്നുന്നു? അത് നമ്മള് പൊതുവെ ഇങ്ങനത്തെ പദങ്ങളൊന്നും നമ്മൾ പൊതുമധ്യത്തിൽ പ്രയോഗിക്കാറില്ലല്ലോ, ഇപ്പൊ പൊളിറ്റിക്കൽ കറന്റ് നോക്കിയിട്ട്. പക്ഷെ അതൊക്കെ ഇവര് തള്ളിക്കളഞ്ഞ് പ്രയോഗിക്കേണ്ട ആളുകൾക്കെതിരെ ഉറപ്പായിട്ടും പ്രയോഗിക്കണം എന്നതാണ് അവരുടെ ഒരു പൊളിറ്റിക്സ്. അതാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇതിലിപ്പം ഒരു കാര്യം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാജ്യത്താകമാനം BJP ഏകദേശം 50 ലക്ഷത്തിലധികം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതിലൂടെ അവർ സ്ത്രീകൾ, പുരുഷന്മാർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, മറ്റ് സംഘടിത മേഖലയിലെ ആളുകൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇവര് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ അവര് വാട്സപ്പിൽ എത്രത്തോളം ശക്തരാണ് എന്ന് കാണിക്കുന്നതാണ് ആ ഒരു കണക്ക്. ഇപ്പം എങ്ങനെ പല തെരഞ്ഞെടുപ്പിൽ ഈ 2024 തെരഞ്ഞെടുപ്പ് എന്നല്ല, അതിന് മുൻപ് തെരഞ്ഞെടുപ്പുകൾ അടക്കം അങ്ങനെയായിരുന്നല്ലോ. അപ്പം ഇവർക്ക് പിന്നെ വലിയ ശക്തി എക്സിനകത്തുണ്ട്, എക്സ് പ്ലാറ്റ്ഫോമിനകത്തുണ്ട്, വാട്സപ്പിന് പുറമെയാണ്. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലുണ്ട്, യൂട്യൂബിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് പിന്നെ മുഖ്യധാരാ മാധ്യമങ്ങളുണ്ട്, കണ്ടു ഒക്കെ ഉണ്ട്. അപ്പോ ഇങ്ങനെ അടക്കം ഇത്രയധികം ശക്തി അവർക്കുണ്ടായിട്ടും ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം എടുത്തു നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് ശക്തി ഉണ്ട്. ഇപ്പൊ ഈ പാർട്ടികൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ശക്തി ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഇൻസ്റ്റാഗ്രാമിലും ശക്തിയുണ്ട്. പക്ഷെ അതിനെ മറികടക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ CJP പ്രവർത്തകരുടെ പാർട്ടികളുടെ ഒരു പ്രതിരോധം എന്ന് പറഞ്ഞാല്. അവരെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാറ്റകൾക്കെതിരായിട്ട് ഇപ്പോൾ അവർ മദ്യം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ജന്തർ മന്ത്രിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. അവർ ലൈംഗിക അരാജകത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് തടിച്ചുകൂടിയത്. അവര് ഭക്ഷണം വാരി വിഴുങ്ങാനാണ് കൂടിയത് എന്നടക്കമുള്ള എത്ര കള്ളങ്ങൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കള്ളങ്ങൾക്കൊന്നും നമ്മൾ സാധാരണഗതിയുള്ള ഇവിടുത്തെ ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളാണ് എന്താ ചെയ്യുക, ഇതിനെല്ലാം ഇരുന്ന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. ഇവര് കമാന്നൊരക്ഷരം ഇതിന് മറുപടിയിട്ട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു. ഇപ്പൊ ഡേ ഇൻ മൈ ലൈഫ്, നമ്മുടെ ഈ ജെൻസികളുടെ വീഡിയോകളൊക്കെ കാണുന്ന ആളുകളല്ലേ, റീലുകൾ കാണുന്ന ആളുകളല്ലേ, അവരെന്താ വാട്സ് മൈ ബാഗ് എന്നടക്കമുള്ള ഷോർട്സുകൾ ഇവര് ചെയ്യും. അങ്ങനെയുള്ള അടക്കം എല്ലാ കാര്യങ്ങളും ഇവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്നതാണ്. അതൊക്കെ അവര് ജന്തർമന്ത്രിൽ സുഖമായിട്ട് ചെയ്തു. സാധാരണ ഇതിൽ ഇങ്ങനെ ഒരു സമരത്തിന് വരുന്ന സമയത്ത് നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങളും ശ്രദ്ധിക്കാതെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് സമരത്തിന്റെ ആശയത്തിൽ മാത്രം നിൽക്കും. അങ്ങനെയല്ലേ ഇവിടെ CPM-ഉം കോൺഗ്രസും അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളെങ്ങനെ പഠിപ്പിച്ചത്, അവരിപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനത്തെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവര് വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവർ സമരം നടത്തി. പിന്നെ നമ്മളെ സമരത്തിനകത്ത് സൂപ്പർമാനെ കണ്ടു, സ്പൈഡർമാനെ കണ്ടു, പലതരത്തിലുള്ള മാനുകളെ കണ്ടു, അതായത് പല അവതാര പുരുഷന്മാരെയും കണ്ടു. അപ്പോ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ജെൻസി തലമുറയല്ല, ജെൻ വൈ തലമുറ, അതായത് 90s കിഡ്, നമുക്ക് എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് 90s കിഡ്. അപ്പൊ 90s കിഡ് ആയിട്ടുള്ള ഒരു തലമുറയിൽപ്പെട്ട എന്നെ പോലും ഭയങ്കര എനർജറ്റിക് ആയിട്ട് മാറ്റി ഇവരുടെ റീലുകളൊക്കെ കാണുമ്പോൾ. ഇത്ര പ്രായമാക്കില്ലേ നമ്മളെ? അല്ല, ഞാൻ പറയട്ടെ, തൊട്ടടുത്ത തലമുറ, ഇവരുടെ ചേട്ടന്മാരായിട്ടുള്ള തലമുറ. അപ്പോ എങ്കിലും പോലും മോദി വരെ അവരുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളങ്ങ് പ്രായമുള്ളവരാകുന്നത് കാണുന്നില്ലേ? ഈ ആംഗിളിൽ ഇത് വെച്ച് ബൂമർ അങ്കിൾ ആംഗിൾ, അതെ ബൂമർ അങ്കിൾ ആംഗിൾ, ബൂമർ അങ്കിൾ ആംഗിൾ, അതെ ആ രീതിയിൽ.
അപ്പോൾ ഇങ്ങനെ അടക്കമുള്ളത് നമ്മളെയും കൂടി ഇൻസ്പിറേഷൻ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ അടക്കം വന്നിട്ട് അവിടെ ലീഗൽ ഡെസ്ക് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലീഗൽ ഡെസ്ക് തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഈ മുതിർന്ന പിന്നെ എന്താ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ടീമുകൾ വന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് മെഡിസിനും വൈദ്യ സഹായം കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തു. പിന്നെ കേരളത്തിൽ നടക്കം ഫുഡ് ഡെലിവറിയാ, എന്ത് സൊമാറ്റോയും സ്വിഗ്ഗിയൊക്കെ വഴി ഫുഡ് ഡെലിവറികളാണ്. അങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇവരെ എല്ലാ തലമുറയിലെയും ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജെൻസികളുടെ സമരമാണെ പോലെ എല്ലാ തലമുറയിലെ ആളുകളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു അവര് വളരെ സ്വാഭാവികമായിട്ട് ഇതൊരു സർക്കാസ്റ്റിക് സംഘടനയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവര് ഭയങ്കര നാച്ചുറലായിട്ട് ഒരു ആർട്ടിഫിഷ്യലും കാണിക്കാതെ ഒരു സിനിമാറ്റിക് സ്റ്റൈലും ഇല്ലാതെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അത് ആ സ്വാഭാവികതയുടെ ആ ഭയമില്ലായ്മയുടെ ഒക്കെ ഒരു പിന്നെ അതിനെയാണ് ഈ നാട്ടിലെ ഈ രാജ്യത്തെ ജനങ്ങൾ കൈയടിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ പിന്തുണ ലഭിച്ചത് അല്ലേ? സങ്കീർണതയ്ക്ക് പിറകെ പോകാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ജെൻസി പിള്ളേർ അത്രയധികം ശ്രമിക്കില്ല. അതൊക്കെ വള്ളിയാന്നേ. ഏറ്റവും ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഭയങ്കര ലൈറ്റ് ആക്കുക. ഓ മാൻ ഏത് പറയുന്ന പോലെ. പിന്നെ ജെൻസി വാക്കുകൾ 3-4 പറയൂ എന്നാൽ പോലും ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഭയങ്കര ഷോർട്ടാണ്. ഇവർ ഈ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും, അതായത് ഇവർക്കും കൂടി റിലേറ്റ് ആവുന്ന രീതിയിലാണ് നിലവിൽ CJP ഇക്കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളത്. അതായത് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇവരിവിടെ തടിച്ചു കൂടുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി, അത് ലൈംഗിക അരാജകത്വത്തിനാണ്, പിന്നെ ലഹരി മദ്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെയുള്ള മുത്തശ്ശി പാർട്ടികളൊക്കെ എന്ത് ചെയ്യുന്നത്, അവരുടെ നേതാക്കളൊക്കെ വാർത്താ സമ്മേളനം വിളിക്കും, എന്നിട്ട് ഇത് അങ്ങനെയല്ലെന്ന് ഇതിനെ ഖണ്ഡിക്കും, പിന്നെ മാനനഷ്ട കേസ് കൊടുക്കും, ഞങ്ങൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. കുട്ടികൾ അതും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചെയ്യുന്നതിന് പകരം ഇവരെന്താ ചെയ്തേക്കുന്ന വെച്ച് കഴിഞ്ഞാല്, അവിടെ എത്തുന്നു, അവിടെ എത്തിയതിനു ശേഷം ഇവർക്ക് ഏറ്റവും സഹജമായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് കുറച്ച് റീലുകൾ ചെയ്യുന്നു. ഇതിപ്പോ ഏതാണ്, പിന്നെ ടെററിസ്റ്റ് എന്ന് വിളിക്കുന്ന ഒരാള് പോലീസ് നേരെ പോയിട്ട് ജനഗണമന പാടുവോ? നമ്മുടെ ആലോചിച്ച് ഏതെങ്കിലും ഭീകരവാദികൾ വന്ന് ഉച്ചത്തിൽ ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന പാടുന്നതായിട്ട് നമുക്കറിയില്ല. അവർ ജനഗണമന പാടുകയാണ്. പിന്നെ തല്ലുന്നവർക്ക് പൂ കൊടുക്കുകയാണ്, മിഠായി കൊടുക്കുകയാണ്. തല്ലുന്നവരാണ് അവര്, പക്ഷെ മിഠായി കൊടുക്കുകയാണ്. പിന്നെ അത് ഒപ്പം നിന്ന് റീല് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവർ ഈ സാധനങ്ങളെയൊക്കെ പ്രതിരോധിക്കുന്നുള്ളത്. ഇതില് പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും ഒരു പ്രസ്താവന ഇറക്കുവോ, ലിഖിതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇറക്കി ഞങ്ങൾ ഇങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് അവര് കുറെ കണ്ടന്റുകൾ ഇങ്ങോട്ട് തരികയാണ്. അത് അവിടെ നിന്നുള്ള മറ്റ് എഡിറ്റുകളില്ല, എല്ലാം ലൈവ് കണ്ടന്റുകളാണ് അവിടെ നിന്ന് വരുന്നത്. അത് കാണുന്നവർക്ക് നമുക്കത് മനസ്സിലാവുന്നുള്ളതാണ്. അങ്ങനെയാണ് അതിനെ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നെ ഭീകരവാദി, അരാഷ്ട്രീയവാദി, അർബൻ നക്സൽ എന്നൊക്കെ പറയുന്നതിന് പകരം ഈ കുട്ടികൾ ഇവരെ ഈ രീതിയിലാണ് ഇതിനെ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോ ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് ഇറക്കുന്ന ഈ പിന്നെ കുത്തുവാക്കുകൾക്ക് വേണ്ടിയിട്ട് അതൊന്നും വിലപ്പോവാത്ത ഒരവസ്ഥയാണ് ജെൻസിക്ക് പിന്നിലുള്ളത്. അത് ഭയങ്കരമായിട്ടുള്ള അവർക്ക് കണക്ട് ആവുന്ന ഭാഷയിലാണ്. അവർക്ക് മാത്രമല്ല, ഇത്ര പ്രായമുള്ളവർക്കും ഈ ഭാഷ കണക്ട് ആവുന്നുള്ളതാണ്. ഇത്ര പ്രായമുള്ളവർക്കും. അതുകൊണ്ടല്ലേ ഇപ്പൊ രക്ഷിതാക്കളെ സംബന്ധിച്ച് അവർക്ക് കുട്ടികൾ പറയുന്നതല്ലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നാണ് പറയുന്നത്. അത് തന്നെയാണ്. പിന്നെ കുട്ടികളുടെ കാര്യത്തിലാവുമ്പം രക്ഷിതാക്കളും അത്ര പൊളിറ്റിക്കൽ ആയിട്ടൊന്നും അല്ല കാര്യങ്ങളെ കാണുന്നത്. ഏത് പൊളിറ്റിക്കലും, ഞാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയമില്ലായ്മയും ഒരു രാഷ്ട്രീയമാണ് എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രക്ഷിതാക്കളുടെ രാഷ്ട്രീയം എന്നുള്ളത് അവരുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അടിസ്ഥാന വിദ്യാഭ്യാസം അവർക്ക് നൽകുക, അതിനുശേഷം അവരെ ഒരു പ്രായം വരെ വളർത്തുക. ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോയവരാണെന്ന് നമുക്കറിയാലോ. കാരണം 18 വയസ്സ് വരെയൊക്കെ നമ്മളെ വിദ്യാഭ്യാസം പൂർത്തിയാവുന്ന, ഒരു പരിധിവരെയുള്ള വിദ്യാഭ്യാസം പൂർത്തിയാവുന്നത് നമുക്ക് പൈസ തന്ന് നമ്മളെ ബാക്കപ്പ് ചെയ്ത് ആഹാരം തന്ന് നിൽക്കാൻ ഒരു സ്ഥലം തന്ന്. മറ്റു രാജ്യങ്ങളിലൊന്നും സ്ഥിതി ഇങ്ങനെയൊന്നുമല്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെയാണ് രക്ഷിതാക്കൾ അവരെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുമ്പം സുബിന്റെയും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പുകളിൽ അടക്കം ഒരു തരത്തിലും രാഷ്ട്രീയം പറയാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്തുണയ്ക്കാത്തതോ, ഒരു തംസപ്പെട്ട് പോലും പിന്തുണയ്ക്കാത്തവരോ പോലും കുട്ടികൾക്ക് വേണ്ടി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അതിലെ കാർഡുകൾ ഇത് ചെയ്യുന്നു. അയ്യോ ഇതെന്തൊരു കഷ്ടമാണ്, കുട്ടികൾ ഇങ്ങനെ തല്ലാമോ എന്നൊക്കെയാണ് പറയുന്നത്. അതിലൊന്നും അവർ രാഷ്ട്രീയം കാണുന്നില്ല. കുട്ടികളുടെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഏറ്റവും വലിയ അവകാശമായി വിദ്യാഭ്യാസം കാണുന്നു. അങ്ങനെയുള്ളൊരു ബോധം ഇവിടെ ഉള്ളവർക്കുണ്ട്. ആ ബോധമാണ് ഇവിടെയുള്ള നേതൃത്വത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന് ആ ബോധമാണ്. അത്
തുടരെ തുടരെ അങ്ങ് ചോർന്നോട്ടെ എന്നുള്ള ഒരു നിലയാണല്ലോ അവർക്ക് ഉണ്ടായിരുന്നത്. തുടരെ തുടർന്ന് എന്തോ പറയാമെന്ന്. അതെ, ഷാമില് നമ്മള് രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് ഈ ഗോദി മീഡിയകൾക്ക് അവർക്കേറ്റ പ്രഹരം, അവരെ മറ്റേ പൊതുമധ്യത്തിൽ എക്സ്പോസ് ചെയ്യപ്പെട്ട ഒരു രീതി, അതൊക്കെ തന്നെയാണല്ലോ, അതേക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാല് അതായത് സാധാരണഗതിയിൽ ഇപ്പം ഇവിടെ ഒരു സമരം നടത്തണമെങ്കിൽ സമരം വിജയിക്കണം എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ പിന്തുണ വേണം. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ പിന്തുണ അല്ലാതെ ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു സമരം നടത്താനോ അത് സമരം വിജയിപ്പിക്കാനോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. അവർ ആ രീതിയിൽ പിന്തുണ ഇല്ലാത്ത, മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇല്ലാത്ത സമരങ്ങൾ പലതും പരാജയപ്പെട്ട കാഴ്ച നമുക്ക് അറിയാം, മുൻപ് അറിയാലോ. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു സമരം നടത്തുന്ന ആളുകൾ എന്തായിരിക്കാം, മാധ്യമങ്ങളുടെ വലിയ ശ്രദ്ധ വേണം, എന്നാലേ നമുക്ക് ഇത് രാജ്യം മൊത്തവും ലോകം മൊത്തവും ചർച്ച ചെയ്യിപ്പിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ അവർ അങ്ങനെ തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഒരു തരവും അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല, അല്ലേ? പിന്നെ അപ്പോഴാണ് ഈ ഗോദി മീഡിയ ഇവർക്ക് എതിരെ പറയാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇവരെ ഈ പാർട്ടികളെ പിന്തുണയ്ക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ പോലും പിന്തുണ ഇവർക്ക് ആവശ്യമല്ല. അപ്പോഴാണ് ഗോദി മീഡിയ ഇവർക്കെതിരെ പറയാൻ വേണ്ടിയിരുന്നത്. അപ്പൊ ഇവര് സഹിക്കോ? പിന്നെ വെച്ചാൽ ഈ രാജ്യത്താകമാനുള്ള ഗോദി മീഡിയകൾക്കെതിരെയുള്ള ഈ കേന്ദ്ര സർക്കാരും BJP ഒക്കെ മടിത്തട്ടിൽ വെച്ച് ഓമനിച്ചടക്കുന്ന മീഡിയ എന്നാണല്ലോ ഈ ഗോദി മീഡിയ മീനിങ് വരുന്നത്. അപ്പോൾ അത്രയും രാജ്യത്തിന് വലിയ രോഷമുണ്ട്. രോഷമുള്ള സമയം അത് കൃത്യമായിട്ട് അവർ ഭംഗിയില് പൊതുമധ്യത്തിൽ തെരുവിൽ അത് ചോദ്യം ചെയ്തു. അവർക്ക് കിട്ടിയ അവസരം അവർ ഭംഗിയായിട്ട് നിറവേറ്റി. അതിനെങ്ങനെയാ ഷാമിൽ കാണുന്നത്? സത്യത്തിൽ ഈ ജനറേഷൻ ഒരു തല്ലുമാല ടീമാണ്. കുഞ്ഞു പിള്ളേർ കാണുന്നില്ലേ നമ്മള് അവിടെ ഇവിടെ സ്കൂളുകളിലുള്ള പിള്ളേരൊക്കെ, അല്ലെ, വേറെ ഗൗരവമേറെ വിഷയമാണ്. ഇതൊരു തല്ലുമാല ടീമാണ്. പക്ഷെ ഈ തല്ലുമാല കുട്ടികളുണ്ടല്ലോ, അവിടെ പോയിട്ട് അവരെന്താ ചെയ്തത്? സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര സർക്കാസ്റ്റിക്കലി അതിനെ സമീപിക്കുകയും സ്നേഹത്തിന്റെ കട തുറക്കുകയും ചെയ്തു. ഇവര് വേറൊന്നും ചെയ്തില്ല. ഇവര് ലൈവായിട്ട് പച്ച നുണ ലൈവിൽ വിളിച്ചു പറയുമ്പോ അല്പം കാര്യബോധവും കാര്യബോധവും ഒക്കെ ഉള്ള മനുഷ്യന്മാർക്ക് തോന്നും കയ്യകലത്ത് കിട്ടിയ 4 കൊടുത്തേക്കാൻ തോന്നും. ഇങ്ങനെയാണോ വർത്തമാനം പറയുന്നത്? ഈ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് സമരം ചെയ്യുന്നത്, അവര് തല്ലുകൊള്ളുന്നതും അവർ ഈ ചൂടും വെയിലും മുഴുവൻ കണ്ട് ഭക്ഷണം ഇല്ലാതെയും ഉണ്ടായിട്ടും ഒക്കെ അവിടെ നിന്ന് അവരൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന് ചെറിയ കാര്യമാണോ 23 കുട്ടികളുടെ ജീവൻ പോവുക, 24 ലക്ഷത്തോളം വരുന്ന കുട്ടികളുടെ ഭാവി വെച്ച് പന്താടുക? ഇത് ഒട്ടും ചെറിയ കാര്യമല്ല. ഇതെങ്ങനെയാണ് ഇത്ര നിസ്സാരമായ കാര്യമാവുന്നത്? ഇതിനെ ഏതെങ്കിലും ഒരു പ്രൊപ്പഗാൻഡ രീതിയിൽ അതിലൊരു അജണ്ട സെറ്റ് ചെയ്തിട്ട് അതിനെ അങ്ങ് അട്ടിമറിച്ച് കളയാം എന്ന് വിചാരിക്കുന്നത് തീരെ ശരിയല്ല. അപ്പൊ കാര്യബോധവും കുറച്ചും കൂടെ ഗൗരവമായും വിഷയങ്ങളെ കാണുന്നവർക്ക് ഈ നുണ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സത്യമായിട്ട് തോന്നുന്നു കയ്യകലത്ത് കിട്ടിയ 4 കൊടുത്തേക്കാൻ തോന്നുന്നു. പക്ഷെ ഈ കുട്ടികൾ പറയുന്നുണ്ട് സ്നേഹത്തിന്റെ കടയാണ് തുറന്നത്. അമ്പരപ്പിച്ചു. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഈ സർക്കാസ്റ്റിക്കല് ചെയ്യുന്ന വെച്ചാൽ നിർത്തി അങ്ങ് അപമാനിക്കാതെ അല്ലേ? അവരെ അങ്ങ് നിർത്തി അങ്ങ് അപമാനിക്കോ? അങ്ങനെയാണോ എന്ന് വെച്ചാൽ ഒരാൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യും. പക്ഷെ അതിനും ഇതിപ്പം അനുകൂലമായ ചില പ്രൊഫൈലുകൾ അതിന്റെ അടിയിൽ വന്നിട്ട് കുട്ടികൾക്ക് എന്താ ഒരു സിവിക് സെൻസ് ഇല്ലേ, ഇവര് ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? അത് തിരിച്ചും കൂടെ ചോദിക്കണ്ടേ? ഒരു അടിയന്തരമായ ഒരു ആവശ്യത്തിന് അടിയന്തരമായി ചില മനുഷ്യർ അവിടെ ഒത്തുകൂടിയ മനുഷ്യരായി തന്നെ അവരെ കാണണം. അടിയന്തരമായ ആവശ്യത്തിന് അടിയന്തരമായി തന്നെ ഒരു മനുഷ്യർ അവിടെ ഒത്തുകൂടുകയാണ്. അവർക്ക് വേറെ കൊടിയടയാളമൊന്നുമില്ല, മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല. അവർ ഈ പ്രായത്തിൽ പഠിക്കേണ്ടവരാണ്, അവർ ഈ പ്രായത്തിൽ പഠിക്കുകയും ചെയ്യണം. പക്ഷെ അവരുടെ സമയവും അവരുടെ അച്ഛനമ്മമാരുടെ പണവും എല്ലാവരുടെയും കഷ്ടപ്പാടും അവരുടെ നിശ്ചയദാർഢ്യവും ഒക്കെ കൊണ്ട് അവര് പഠിക്കേണ്ട സമയത്ത് അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ, അതിൽ പ്രത്യേകിച്ച് കുടം കമിഴ്ത്തി വെള്ളം ഒഴിക്കുന്നത് പോലെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാലേ അവർക്ക് ദേഷ്യം വരില്ലേ? അപ്പൊ അതിനെതിരെയല്ലേ അവർ ഈ പറയുന്നത്. അതുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത്, നിർത്തി അങ്ങ് അപമാനിച്ചു കളഞ്ഞു അവരെ മുഴുവനായിട്ടും. പിന്നെ അതിലെന്തൊക്കെയോ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഇത് ഇവരുടെ ഈ ജെൻസിന്റെ സ്ട്രാറ്റജി എന്നുള്ളത്. നമ്മള് പുസ്തകങ്ങളിലും അല്ലാതെയൊക്കെ നമ്മൾ വായിക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. ഒരു കരണത്തടിക്കുമ്പോ ഗാന്ധിയൻ തത്വം കാണിച്ചു കൊടുക്കുന്നതാന്നുള്ളത്, അതൊക്കെ അവര് ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഒരു നേരെ ബാരിക്കേഡിന് മുന്നിൽ ഒരു യുവാവ് നിൽക്കുകയാണ്, 2 കരണവും അവിടെ തന്നെ ഉണ്ട്, ഒന്നും പേടിയില്ല. എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു കരണത്തും നരേന്ദ്രമോദിയുടെ ചിത്രം, മറു കരണത്തും നരേന്ദ്രമോദിയുടെ ചിത്രം. മുഖത്ത് പോലീസ് അടിക്കില്ല, ഒരിക്കലും അടിക്കില്ല. അതല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ സർക്കാസ്റ്റിക്കലി ഇങ്ങനെ ഒരു കാര്യത്തിൽ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്കല്ലാതെ ഇവരല്ലാതെ മറ്റാര് എന്നാണ് ഞാൻ ആ കാര്യത്തെ ആലോചിക്കുന്നത്. ഇപ്പൊ ഷാമിൽ ഈ റിപ്പബ്ലിക് ചാനലിൽ ഇരുന്നിട്ട് അർണവ് ഗോസ്വാമി ആക്രോശിക്കുന്ന എന്താ? ദി നാഷൻ വാണ്ട്സ് ടു നോ, ഈ രാജ്യത്തിന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ ആക്രോശിക്കുന്നത്.
ഇയാൾ ഇനി ജനാധിപത്യപരമായിട്ട് മാത്രം സംസാരിക്കുന്ന ആളാണെങ്കിൽ പോലും അയാളടക്കം രാജ്യദ്രോഹി എന്ന് വിളിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇവരെന്താ ചെയ്തത്? ഇവരെ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പം ദ നാഷൻ വാണ്ട് ടു സേ എന്നിവര് പറയാതെയാണ് ഇവരുടെ റീലുകളിലൂടെ പറഞ്ഞത്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞുള്ള റീലുകൾ അടക്കം ഇവരെടുത്തിട്ട് ഇവര് ഇക്കാര്യങ്ങളൊക്കെയാണ് പറയാതെ പറഞ്ഞത്. അതായത് മോദി എന്ന് പറയുന്നത് വിശ്വഗുരു എന്നാണ് BJP-ക്കാർ വാദിക്കുന്നത്. പക്ഷെ വിശ്വ ഫുദ്ദു ആണ് ഇയാള് എന്നൊക്കെ പറഞ്ഞാണ് അവര് റീലെടുക്കുന്നത്. ശരിക്കും അതായത് ഞാൻ നേരത്തെ സുബിനോട് പറഞ്ഞില്ലേ, ഒരു സാത്വിക വ്യക്തിത്വമായി മോദിയെ അങ്ങനെ ഒരു പരിവേഷം നൽകുകയും അദ്ദേഹം അതിന് ശ്രമിക്കുകയും അദ്ദേഹം അതിനൊരു വഴിമരുന്നിടുന്നു. എങ്ങനെ അത് നേരത്തെ നമ്മൾ നോക്കിയില്ലേ, 2019 അദ്ദേഹം കേദാർനാഥിലെ ഗുഹയിൽ പോയി ഇരുന്നിട്ട് 17 മണിക്കൂർ ഇരുന്നത്. അതിനുശേഷം പാർലമെന്റ് ഇലക്ഷന് ശേഷം അദ്ദേഹം ഒരു സന്യാസി, ഒരു യോഗി വര്യനാണ് അദ്ദേഹം. അങ്ങനെ ഒരു പരിവേഷമാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ വേഷപ്പകർച്ചകളൊക്കെ നോക്കണം, എല്ലാം അതുപോലെയാണ് കേട്ടോ. ഒരു നമ്മളിപ്പോ അപ്പൊ അങ്ങനെയുള്ളൊരു സാത്വിക വേഷധാരി, സാത്വിക പരിവേഷമുള്ള ഒരു മനുഷ്യൻ കുഞ്ഞുകുട്ടികളെ ഞാൻ നോക്കുമ്പോ ഒരാൾ അദ്ദേഹത്തെ അനുകരിക്കുകയാണ് അല്ലേ, സോപ്പ് കുമ്പള വെച്ച്. പിന്നെ അത് മാത്രമല്ല അദ്ദേഹത്തിന് ഇതിൽ പുസ്തകത്തിൽ എഴുതി കൊടുത്ത് ടെലിപ്രോംപ്റ്റർ ആക്കുന്നത് പോലെ. അപ്പോ എന്താണ് ഇവരുടെയൊക്കെ പ്രവൃത്തികൾ എന്നൊക്കെ ഈ കാലം കൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നിരന്തരമായ ശ്രമം വന്നു കേട്ടോ. സമരം തോറ്റതിനപ്പുറത്തേക്ക് വിശ്വഗുരു ഇമേജ് തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയുള്ള കൂട്ടപ്പാച്ചിലാണ് സത്യത്തിൽ BJP IT സെല്ലും അത് മാത്രമല്ല അധികാരത്തിൽ ഇരിക്കുന്നവരും ചെയ്യുന്നത്. കാരണം മോദിക്കെതിരെയുള്ള പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്യാൻ വലിയ 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 കാര്യങ്ങൾ. ഇപ്പം റീല് ചെയ്ത കുട്ടികളുടെ പലരുടെയും അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം പോസ്റ്റുകൾ വെച്ചിട്ട് പിന്നെ അതൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ മറ്റൊരു ഗൗരവമായിട്ടുള്ള ഒരു വിഷയം കൂടി ഞാൻ പറയാം. അപ്പൊ E20 ജനതാ പാർട്ടി ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ നിതിൻ ഗഡ്കരിയെ രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇനി വലിയ സമരം ഉറപ്പായിട്ട് വരും. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാലോ, ഇപ്പൊ അതിന്റെ ഒരു നീക്കങ്ങൾ കണ്ടാലും അറിയാം. ഇൻസ്റ്റാ ഫോളോവേഴ്സിന്റെ വലിയ എണ്ണം വലിയ തോതിൽ ദിനം പ്രതി കൂടുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പൊ ഇനിയും വരാനിരിക്കുന്നത് ഇങ്ങനത്തെ സമരാന്ന് അവർക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ മോദിക്ക് എതിരെ ചീത്ത പറഞ്ഞ ആളുകൾക്കെതിരെ കേസ് എടുക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്ത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഈ തലമുറ നിൽക്കില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം അല്ലേ? പിന്നെ തീർച്ചയായും ഇതിപ്പോ ഞാൻ പറയുന്നത് ഇത് ഭയങ്കര സമാധാനപരമായ ഒരു സമരം എന്നാണ് ആദ്യം മുതൽക്ക് തന്നെ ഇതിനെ അവതരിപ്പിക്കാൻ CJPയും ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യാവൂ എന്ന് ഇവരും അവിടെയുള്ളവർക്ക് നിരന്തരം അത് ഫീഡ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു അഹിംസാ സമരമാണെന്നുള്ളതാണ് എന്റെ വാദം. അത് സത്യത്തിൽ നമ്മുടെ തന്നെ ഒരു ചരിത്ര അവബോധം കൂടി ഈ കുട്ടികൾക്ക് ഉള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തന്നെ എത്തും. ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്ന തെക്കനേഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സമരങ്ങൾ കണ്ടു. നമ്മള് ശ്രീലങ്കയിൽ കണ്ടു, നേപ്പാളിൽ കണ്ടു, ബംഗ്ലാദേശിൽ കണ്ടു, ഇവിടെയൊക്കെ നമ്മൾ കണ്ടു. ഈ സമരങ്ങളൊക്കെ ജൻസി കുട്ടികൾ തന്നെ നടത്തുന്നത്. ശ്രീലങ്കയിൽ ഒരു പരിധിവരെ ജൻസി കുട്ടികൾ തന്നെ നടത്തുന്ന സമരങ്ങളായിരുന്നു, വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഈ സമരങ്ങളെല്ലാം അക്രമാസക്തമായ സമരങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത്. വലിയ വയലൻസ് ആയിരുന്നു അവിടെയൊക്കെ സംഭവിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ ഈ കുട്ടികളുടെ സമരങ്ങളിൽ, നമ്മുടെ ഈ വിദ്യാർത്ഥികളുടെ സമരത്തിൽ നമ്മൾ ഗാന്ധിയുടെ പടങ്ങളാണ് അഹിംസാ സമരമാണ്. പിന്നെ അംബേദ്കറുടെ ചിത്രമാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഭഗത് സിംഗിന്റെ ചിത്രമാണ് ഉയർത്തിപ്പിടിച്ചത്. അതൊരു പ്രതിരോധത്തിന്റെ അല്ലേ മുദ്രാവാക്യമാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല, കാലങ്ങളായി ഇവിടെ മനുഷ്യരെ വിഭജിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഹിന്ദു മുസ്ലിം ബൈനറികൾ, അങ്ങനെയുള്ള ഒരു പ്രതീതികൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആ സാധനങ്ങളൊക്കെ ഇവരങ്ങ് പൊളിച്ചു കളയാണ്. അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം. ചിലപ്പോൾ ഒരു 12-15 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ വരെ ഇതിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുള്ള. അവർക്ക് ഇതിന്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ ഇവരുടെയൊക്കെ മനസ്സിൽ ഈ കാര്യങ്ങൾ ഉണ്ട്, ഫീഡ് ചെയ്തിട്ടുണ്ട്. അവരാണ് ഉറക്കെ ഈ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്. അത് മുഴുവൻ നമ്മളത് ഈ ജന്ത്രമന്ത്രിൽ മുഴുവൻ നമ്മൾ ഉയർന്നു കേൾക്കണം. അതുവഴി ഈ ഗോദി മീഡിയ അടക്കം അത് ഉൾപ്പെടെയും അല്ലാതുള്ള മാധ്യമങ്ങൾ വഴി നമ്മൾ കേൾക്കുകയാണ്. അപ്പോഴാണ് നമ്മൾക്ക് ഒരു തലമുറ എത്രത്തോളമാണ് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നതിനുള്ള ഏറ്റവും ക്രിസ്റ്റൽ ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും.